മുനിസിപ്പൽ ചെയർമാൻ രാജിവെക്കുക, നഗരസഭാ ഉദ്യോഗസ്ഥരുടെ അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം സംസ്ഥാന പ്രസിഡന്റ് കെ.എസ്. സുബൈർ ഉദ്ഘാടനം ചെയ്തു. കൈക്കൂലിക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് രാജിവെക്കുക, കപട രാഷ്ട്രീയക്കാരുടെയും വിവിധ മേഖലയിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെയും അവിഹിത കൂട്ടുകെട്ടിനെ പൊതുജനം തിരിച്ചറിയുക, തൊടുപുഴ നഗരസഭ, സിവിൽ സ്റ്റേഷൻ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ, വില്ലേജ് ഓഫീസ്, വാട്ടർ അതോറിറ്റി, സഹകരണ മേഖലകൾ, KCB തുടങ്ങിയ ഇടങ്ങളിൽ നടക്കുന്ന കൈക്കൂലിയും അഴിമതിയും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ഓഫീസ് സമുച്ചയത്തിന് മുന്നിലേക്ക് നടന്ന പ്രതിഷേധം സംസ്ഥാന പ്രസിഡന്റ് കെ.എസ്. സുബൈർ ഉദ്ഘാടനം ചെയ്തു. സർട്ടിഫിക്കറ്റ് വേണ്ടി ഇടനിലക്കാർ ആരാണ്? ഇടനിലക്കാര് നിങ്ങൾ ശ്രദ്ധിക്കണം. NCPയുടെ ജില്ലാ സെക്രട്ടറി റോഷൻ സർക്കം, ഇടതുപക്ഷത്തിന്റെ ഒരു ഘടകകക്ഷിയായ NCPയുടെ ജില്ലാ സെക്രട്ടറി റോഷൻ ഇടനിലക്കാരനാക്കിക്കൊണ്ടാണ് ഇവിടെ 1 ലക്ഷം രൂപ കൈക്കൂലി ആയി അസിസ്റ്റന്റ് എഞ്ചിനീയർ CT അജിയുടെ ക്യാബിനിലേക്ക് കടന്നു ചെന്നപ്പോൾ വിജിലൻസ് അറസ്റ്റ് ചെയ്യാനിടയായത് ചെയർമാന്റെ മൗനാനുവാദത്തോടു കൂടിയാണെന്നുള്ളത് ഇവിടെ ഫോൺ റെക്കോർഡുകളിൽ ഇവിടെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ചെയർമാൻ 2ാം പ്രതിയായി ഈ കേസിൽ വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തൊടുപുഴയുടെ നഗരസഭാ ചെയർമാനായി, നഗരസഭാ പിതാവായി ഓരോ ദിവസം പോലും സനീഷ് ജോർജിന് ഇരിക്കാനുള്ള അവകാശമില്ല. കാരണം എന്താണ് നഗരസഭാ ചെയർമാൻ? നഗരസഭാ പിതാവ് ഈ നഗരത്തിന്റെ 1ാമത്തെ പൗരനാണ്. സജീന KT അധ്യക്ഷതയിൽ നടന്ന ധർണാ സമരത്തിൽ KM കാസിം, വിജയകുമാർ PS, MK അയ്യപ്പൻ, വത്സമ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. നിങ്ങളുടെ സ്വപ്നം വിദേശ ജോലി, വിദേശ പഠനം എന്നിവയാണോ? എങ്കിൽ ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം. ഭാഷാ പഠന രംഗത്ത് വർഷങ്ങളുടെ കൈമുദ്രയുള്ള റോയൽ ബ്രിട്ടീഷ് അക്കാദമി നിങ്ങളിലേക്ക്. IELTS, OET, ജർമ്മൻ, CBT എന്നിവയുടെ റെഗുലർ ഈവനിംഗ് ഓൺലൈൻ ബാച്ചസ് റോയൽ ബ്രിട്ടീഷ് അക്കാദമിയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. റോയൽ ബ്രിട്ടീഷ് അക്കാദമി, മൂവാറ്റുപുഴ, കോതമംഗലം.